വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓഡിബിൾ ആണെന്ന് എനിക്കൊട്ടും തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ആലപ്പുഴ വരെ പോവാണ്. എനിക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, ഒരു ഇൻറ്റീരിയർ, കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. ഷീസ് റൈറ്റ് ഹിയർ, പുറത്തുണ്ട്. സേ ഹായ്, സേ ഹായ്. എന്താ വെച്ചാൽ ട്രെയിനിൽ ആലപ്പുഴ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ പപ്പ ഇന്ന് രാവിലെ കോയമ്പത്തൂരിൽ നിന്ന് വന്നുള്ളൂ. അപ്പോൾ പപ്പയ്ക്ക് ആലപ്പുഴ വരെ ഒബ്വിയസ്ലി കൊണ്ടുപോകാൻ പറ്റില്ല. 2 ദിവസമായി നന്നായിട്ട് ഉറങ്ങിയിട്ട്. അപ്പം ഭയങ്കര ടയർഡാണ്. പിന്നെ എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലാണ്. അപ്പം നമുക്ക് ആകെയുള്ള ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ട്രെയിൻ. പിന്നെ ബസ്സിൽ പോകുന്നത് കുറച്ച് ചടങ്ങാണ്, എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ എറണാകുളത്താണല്ലോ കോളേജിലാണ് പോയി വരുന്നത്. ഐ മീൻ കോളേജില്ല, വീക്കെൻഡ്സിൽ വീട്ടിലേക്ക് വരുന്നതൊക്കെ ട്രെയിനിലാണ്. വലിയ ട്രെയിനാണ് കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ ഇത് നമ്മളുടെ ഒരുപാട് ജനറൽ കമ്പാർട്ട്മെൻറ്റുള്ള ട്രെയിൻ ആയതുകൊണ്ട് ദിസ് വ്യൂ. സോ ഒരുപാട് താമരപ്പൂക്കളുണ്ട്. ക്ലിയർ. അയ്യോ, ഐ വുഡ് ലവ് ടു നല്ല ഭംഗിയുണ്ട്. ഓക്കെ, സോ വാട്ട് ഐ വാസ് സെയിങ് ഇസ് ദാറ്റ് ഇപ്പോൾ ട്രെയിനാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ. അതുകൊണ്ടാണ് ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചത്. ആൻഡ് ഓൾസോ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് വിൽ ഗോ ഫോർ ഊബർ അല്ലെങ്കിൽ നോർമൽ ഓട്ടോ വിളിച്ചിട്ട് ഫസ്റ്റ് നമുക്ക് പോകാനുള്ളത് സ്റ്റുഡിയോയിലാണ്. സ്റ്റുഡിയോയിൽ എന്തോ ഓഫർ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പം അവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്യണം. എന്തായാലും ഓണമൊക്കെയല്ലേ, എന്തായാലും ഡ്രസ്സൊക്കെ എടുക്കണം. അപ്പം അവിടെ ആദ്യം ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് ദെൻ നമ്മൾ പോണ കഫേയുടെ പേര് സ്റ്റാർട്ട്സ് വിത്ത് സംതിങ് ലൈക്ക് എൽ. ഞാൻ ആദ്യം കാറ്റമറൈൻ കഫേയിലാണ്, നമ്മൾ കൽബ് മൂവിയിൽ കണ്ട കഫേ. അതെനിക്ക് കുറേ നാളായിട്ട് വിഷ് ലിസ്റ്റിലുള്ളതാണ്. ഞാൻ എറണാകുളത്തായതുകൊണ്ട് എനിക്കിങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറേ നാളായി വിചാരിക്കുന്നു. ഒരു 2 കൊല്ലത്തോളം ആയെന്ന് തോന്നുന്നത് ഓപ്പണായിട്ട്. 2-3 മേ ബി ആയി കാണും. ഞാൻ അപ്പോൾ തൊട്ട് വിചാരിക്കുന്നുണ്ട്, കാരണം അതൊരു പക്ക ഒരു ഗോവൻ വൈബൊക്കെ കിട്ടുന്ന കഫേയാണ്. പക്ഷേ ഇറ്റ്സ് അണ്ടർ മെയിൻ്റനൻസ്. എൻ്റെ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റിന് ഞാൻ ആക്ച്വലി എഴുതി കൊടുത്തത് ആ ഒരു കഫേയാണ്, കാറ്റമറൈൻ കഫേയുടെ ഇൻറ്റീരിയേഴ്സിൻ്റെ വെച്ചിട്ടാണ്. പക്ഷേ ഒരു ഓണർ ഇന്നലെ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞ് ഇറ്റ്സ് ക്ലോസ് ഫോർ മെയിൻ്റനൻസ്. അപ്പം വേറെ ഓപ്ഷനില്ല. എനിക്കൊന്നാമത് ഭയങ്കര ടൈം കൺസ്ട്രെയിൻ കൂടെയാണ്, കാരണം എനിക്ക് പ്രൊജക്റ്റ് ഉടനെ വെക്കണം. അപ്പോൾ ഇന്ന് പോയേ പറ്റുള്ളൂ. ഇപ്പം വേറൊരു കഫേ ലെവാറ്റിനോ അങ്ങനെ എന്തോ പറയുന്ന ഒരു കഫേക്കാണ് നമ്മൾ പോകുന്നത്. സോ വിൽ സീ. അങ്ങനെ നമ്മൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരത്തെ പോയി, കുറച്ചധികം നേരത്തെ പോയി. ഇപ്പം എത്ര മണി? 10 മണിയായിട്ടുള്ളൂ. 11 മണിയാവും സ്റ്റുഡിയോ തുറക്കാൻ. അപ്പോൾ വെറുതെ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ പോയി വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഓട്ടോ വിളിച്ച് പോകാം. ഓക്കെ, ഇപ്പം എനിക്ക് എന്തെങ്കിലും നമ്മൾ പ്രീപെയ്ഡ് ഓട്ടോ കൗണ്ടറിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. 10:50. ഫൈനലി ഗൈസ്, നമ്മൾ സ്റ്റുഡിയോയിലാണ്. ഷീ ചോസ് ദിസ്. ഇറ്റ്സ് ഗുഡ് ഓൺലി, കുഴപ്പമില്ല. മുമ്പേ കാണിച്ചു തന്ന ഒരു സ്ട്രൈപ്സ്, ഹൊറിസോണ്ടൽ സ്ട്രൈപ്സിൻ്റെ, ഹൊറിസോണ്ടൽ അല്ല വേർട്ടിക്കൽ, സോറി. മെയിനായിട്ട് ആക്സസറീസ് അത് നോക്കിയാണ് ഞാൻ വന്നത്. ഗോവയിലിടാൻ പക്ഷെ അതത്ര രസമില്ല. ഈ നൂഡിൽ സ്ട്രാപ്പ് ടോപ്പൊക്കെ കാണുമ്പോൾ എനിക്കൊന്ന് വാങ്ങാൻ തോന്നും. പിന്നെ ഞാൻ വിചാരിക്കും അതിങ്ങനെ എപ്പോഴും ഇടാനും പറ്റത്തില്ല എല്ലാ ഒക്കേഷനിലും. സോ പിന്നെ അതങ്ങ്, പക്ഷെ ഐ എൻ്റെ ബൈ നൂഡിൽ സ്ട്രാപ്പ് എപ്പോഴും. ബാഗ് ഫുൾ ഓഫ് സ്റ്റഫ്സ്. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. 2 കവറൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പോയിട്ട് നമ്മളിനി നെക്സ്റ്റ് നമ്മുടെ കഫേയിലേക്ക് പോവാണ്. കഫേ ലെവാറ്റിനോ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. വിശക്കുന്നുണ്ട് അല്ലേ? നല്ല വിശക്കുന്നുണ്ട്, നല്ല വെയിലും. അപ്പോൾ നമ്മൾ കഫേ 11 എന്നാണ് കേട്ടോ കഫേയുടെ പേര്. കഫേ 78. അവിടെയാണ് എൻ്റെ ഇൻറ്റീരിയറിൻ്റെ കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തു. അപ്പോൾ ഇവിടെ നല്ല ട്രോപ്പിക്കൽ വൈബ് പോലെ സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. സം ഇൻഡോർ പ്ലാന്റ്സ്. സോ കൂൾ, ഇഷ്ടമായി. ബർഗർ, ചീസ് ബർഗറും പിന്നെ മെക്സിക്കൻ ഹോട്ട് ചോക്ലേറ്റും പിന്നെ
ലോഡഡ് ഫ്രൈസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീസ് ബർഗർ വന്നു, പിന്നെ ഹോട്ട് ചോക്ലേറ്റ് വന്നു. ആൻഡ് സ്റ്റിൽ വി ആർ വെയിറ്റിംഗ് ഫോർ എന്ത് സാധനം ലോഡഡ് ചിക്കൻ ലോഡഡ് ഫ്രൈസ്. ഫൈനലി ഫോർ ദി ഡെസേർട്ട് നമ്മളൊരു ഹീസൽനട്ട് ചീസ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹേസൽനട്ട് ചീസ് കേക്ക് സോ ഗുഡ്, ഭയങ്കര സോഫ്റ്റ്, മസ്റ്റ് ട്രൈ. നമ്മൾ ഇവിടുത്തെ വെയിറ്റർ ചേട്ടൻ്റെ ചോദിച്ചു വിച്ച് ഇസ് ദ ബെസ്റ്റ് ചീസ് കേക്ക് ഹിയർ. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞത് ഹേസൽനട്ട് ട്രൈ ചെയ്തു. നമ്മളാദ്യം മാംഗോ നോക്കിയപ്പോൾ ഇറ്റ് വാസ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. അപ്പം വി ഗോട്ട് ദിസ് സോ നൈസ്. ഐ ലവ് ഇറ്റ്. cafe 11TB, സോ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇൻറ്റീരിയേഴ്സ് ഡീസൻറ്റ് കഫേ, ട്രോപ്പിക്കൽ വൈബ്. ആൻഡ് ഹിയർ ഓൾസോ ഇങ്ങനെ അവർ മിറേഴ്സ് ഒക്കെ നമ്മൾ കഫേയിൽ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. ബസ്സിനാണ് പോകണത്, ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അങ്ങനെ തിരിച്ച് നമ്മൾ ബസ്സിലാണ് പോണത്. ഇത്ര ലോങ് ഒന്നും ബസ്സിൽ പോകണത് ഇഷ്ടമല്ല, പക്ഷേ ട്രെയിൻ പിന്നെ നമുക്ക് 5:35 ഉള്ളൂ. ഇപ്പോൾ ഓൾറെഡി 3 മണിയാവുന്നേ ഉള്ളൂ. അപ്പോൾ ബസ്സിൽ കയറി, നോ അതർ ഓപ്ഷൻ. അപ്പം അവിടെ ഇറങ്ങിയിട്ട്, ചേപ്പാട് ഇറങ്ങിയിട്ട് പപ്പ വന്ന് പിക്ക് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ചേപ്പാടെത്തി. പപ്പ പിക്ക് ചെയ്യാൻ വന്നു. പപ്പയുടെ ഫേവറേറ്റ് സോങ് ആണിത്. കുറേ ഉണ്ട് ഫേവറേറ്റ്സ്. സെമി ക്ലാസിക്കലാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സൗണ്ട് കൂട്ടി വെച്ചോ. അപ്പോൾ ഇറ്റ് വാസ് നൈസ്. ഒരു ഭയങ്കര ഫൺ ഡേ ആയിരുന്നു. കഫേയിൽ ഇൻറ്റീരിയറൊക്കെ ലൈക്ക് പോയ കാര്യമൊക്കെ നല്ലതായിട്ട് നടന്നു. പിന്നെ സ്റ്റുഡിയോയിൽ പോയി. ഓക്കെ, കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ടായിരുന്നു ആലപ്പുഴ സ്റ്റുഡിയോയിൽ. അപ്പം ദാറ്റ്സ് ഇറ്റ്. ഒരു ചെറിയ വ്ളോഗായിരുന്നു. ഐ ലൈക്ക് ടു ഡോക്യുമെൻറ്റ് മൈസെൽഫ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് മൈ ഡേ. അപ്പോൾ എനിക്കത് തീർക്കട്ടെ. അപ്പോൾ എല്ലാവരും വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ലവ്ഡ് വൺസ്. ആൻഡ് ഓൾസോ കമൻറ്റ് യുവർ റിവ്യൂ, കമൻറ്റ് യുവർ ഒപ്പീനിയൻ, സജഷൻസ് എന്തെങ്കിലും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമോ? എന്ത്